കാട്ടക്കടയിൽ 15-കാരനായ ആദിശേഖരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പ്രിയരഞ്ജനെ ശിക്ഷ വിധി മരവിപ്പിച്ച് സുപ്രീംകോടതി. ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയാണ് മരവിപ്പിച്ച പ്രതിക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. വിചാരണ കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് സുപ്രീംകോടതി പറയുകയും ചെയ്തു. വിവരങ്ങളുമായി കെ എം ഷബ്ന ചേരുകയാണ്. ഷബ്ന, എന്താണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സുപ്രീംകോടതി പ്രേരിപ്പിച്ച ഘടകം? എന്താണ് ഈ പിഴവ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ? രുചീഷ്, ഇത് നമുക്കറിയാം, ഒരു 15 വയസ്സുകാരനെ ഈ ക്ഷേത്രത്തിന്റെ മതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന്റെ മുൻവൈരാഗ്യത്തിൽ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തി അതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. നമുക്കറിയാം, മുമ്പ് ഈ വിഷയം വലിയ വിവാദമാകുകയും ഒരു ചെറിയൊരു കുട്ടിയോട് 15 വയസ്സുകാരനോട് ഇത്തരത്തിലൊരു ക്രൂരത കാണിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ജനരോഷം ഉയരുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ്. ഈ പ്രതിയായ പ്രിയരഞ്ജൻ എന്നയാൾക്ക് ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കോടതി ഉത്തരവിൽ തന്നെ, അതായത് ഈ വിചാരണ കോടതിയുടെ ഉത്തരവിൽ തന്നെ, ഈ പ്രതിക്ക് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്ന് എഴുതി ചേർത്തിരുന്നു. ഇതാണ് സുപ്രീം കോടതി ഇപ്പോൾ നിരീക്ഷിക്കുകയും ഈ പ്രതിക്ക് ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ ഉദ്ദേശമില്ലായിരുന്നു എന്ന് വിചാരണ കോടതിയുടെ ഉത്തരവിൽ തന്നെ എഴുതി ചേർക്കുകയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ കേസ് ഈ മുൻവൈരാഗ്യത്തിന്റെ വേദിയിൽ കൊലപ്പെടുത്തി എന്നതുമാണ്. അത് തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ ചൂണ്ടിക്കാണിച്ചാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് ഈ സുപ്രീം കോടതി ഇപ്പോൾ ശിക്ഷ മരവിപ്പിച്ചിട്ടുള്ളത്. വലിയ വിവാദമായ ഒരു സംഭവം. കാരണം ഈ ക്ഷേത്രത്തിന്റെ മതിലിൽ മൂത്രമൊഴിച്ചത് ഈ കുട്ടി ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ ഇയാളെ ഉപദേശിച്ചു എന്നതായിരുന്നു. അതിനുശേഷം ആ കുട്ടിയോട് മുൻവൈരാഗ്യമുണ്ടായി സ്വന്തം കാർ എടുത്ത് ഈ കുട്ടിയെ ഇടിച്ചു കൊലപ്പെടുത്തുന്ന രീതിയിലേക്കായിരുന്നു. ആദ്യം ഇതൊരു ആക്സിഡന്റ് ആണ് എന്ന് നിരീക്ഷിക്കുകയും പിന്നീടാണ് ഇത് കൊലപാതകം എന്ന രീതിയിൽ സംശയം ഉയരുകയും പിന്നീട് കേസ് അന്വേഷിക്കുകയും വിചാരണ കോടതി ഇതിൽ വിധി പറയുകയും ഒക്കെ ചെയ്തു. ഏതായാലും ശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ശരി ഷബ്ന, എന്തായാലും വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു അന്ന് ആ സംഭവം ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രതിക്ക് നിലവിൽ ജാമ്യം അനുവദിക്കുകയാണ് സുപ്രീം കോടതി. വിചാരണ കോടതി വിധിയിൽ പിഴവുണ്ട് എന്നതാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്.